വലിയ ജോലിക്കാരനാരാ? അതിച്ചായി എന്ന പടം കണ്ടു. ഞാനും ബേസിക്കലി ഒരു കർഷകനും കാർഷിക വൃത്തി ഉദ്യോഗമായിട്ട് സ്വീകരിച്ച് കാർഷിക കോളേജിൽ പ്രൊഫസറായിട്ടിരുന്ന ആളുമാണ്. എൻ്റെ മകനാണ് ഇതിൽ ലീഡ് റോൾ ചെയ്യുന്നത്. എൻ്റെ ഒരു കവിതയാണ് ഇതിൻ്റെ ടൈറ്റിൽ സോങ്ങായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, ഒരു കർഷകനായിട്ട് ഞാൻ പറയുന്നത്, കർഷകരെയും അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തെയും സ്നേഹിക്കുന്ന എല്ലാവരും അവശ്യം കണ്ടിരിക്കേണ്ട ഒരു പടമാണിതെന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അത് നാട്ടുകാരുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ കർഷകരുടെ, കുട്ടനാട്ടിലെ കർഷകരുടെ പ്രയാസങ്ങൾ, അവരുടെ ചലഞ്ചസ് എല്ലാം വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നു. അതുപോലെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. സംരക്ഷണത്തിനുണ്ടാകുന്ന തടസ്സങ്ങൾ, രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ എല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു നല്ല ഫിലിമാണ് എന്ന് പറയുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. കൃത്യമായിട്ട് നിങ്ങളത് എല്ലാം ഒത്തിരി സിനിമ കാണുന്ന മനുഷ്യനാണല്ലോ. നിങ്ങളാണല്ലോ ഏറ്റവും, എനിക്കൊന്ന് ചങ്ങനാശ്ശേരിയിൽ ഏറ്റവും കൂടുതൽ സിനിമ കാണുന്ന ആരാന്ന് ചോദിച്ചാൽ അനിക്കുട്ടനാന്ന് ഞാൻ പറയും. അപ്പോൾ അനിക്കുട്ടൻ ആദച്ചായി കണ്ടിട്ട് സത്യസന്ധമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി. പടം നല്ലൊരു പടമാണ്. അതേപോലെ പ്രത്യേക രീതിയിൽ കുട്ടനാട്ടുകാർക്ക് കാണേണ്ട ഒരു പടമാണ്. കാരണം പടമാണ്. കാരണം എന്താ, മണ്ണെന്താണ് എന്ന് അവർക്കറിയാം. മണ്ണെന്താണ്, കർഷകരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഓരോ ഭരണം അത് കാണണം. പടം കണ്ടാലും അതിനെക്കുറിച്ച് നമ്മൾ പറയത്തില്ല. കാരണം പടം കാണണം. അത് നല്ലൊരു പിച്ചാണ്. കാരണം അത് കാണുന്ന നാടൻ പടമാണ്. വലിയ ആഡംബരമായിട്ടുള്ള ഹെലികോപ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഓരോ മലയാളി, ഓരോ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അറിയണം. വളരെ ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. ഇപ്പോഴത്തെ കാലത്ത് കർഷകരെ കുറിച്ചുള്ള ഒരു സിനിമ. വളരെ നല്ല സിനിമ, വളരെ വലിയ നടന്മാരുടെ സിനിമകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ ബോറടിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല. ഇത് വളരെ ബോറടിയൊന്നും ഇല്ലാതെ വളരെ നന്നായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. മണ്ണിന്റെ മണമുള്ള സിനിമ, അതിൽ എന്ത് പറയാനാ? നട്ടയും ചിങ്ങനം വള്ളം ബാക്കി പന്നിമറ്റം വഴി തെങ്ങട മാമൂട് മാങ്ങനം മന്ദിരം വെച്ചൂരു നീണ്ടൂര് കല്ലറ കൈപ്പിട. പ്രകൃതിയെ പറ്റി അറിയാനും അതിനെപ്പറ്റി ചിന്തിക്കാനും പ്രകൃതിയുടെ വരദാനങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർഷകന്റെ വേദന, അതാണ് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സംഭവം. ഒരു കർഷകൻ അനുഭവിക്കുന്ന വേദന, അവന്റെ മണ്ണ് മറ്റുള്ളവർ പിടിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ മാനസികാവസ്ഥ, ഇതെല്ലാം വളരെ ഓരോ കർഷകനും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. സത്യം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും വേദനിപ്പിക്കുന്ന, അതായത് ത്രസിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും കണ്ടിരിക്കണം. നല്ലൊരു തീമാണ്, നല്ലൊരു സിനിമയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അപ്പൊ ആരാ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജോലിക്കാരൻ? കർഷകനല്ലേ?